ആരാണോ? ഡെയിലി ഞാനും അടിക്കും. ഞാൻ ഡെയിലി അടിക്കുക മാത്രമല്ല, ഡെയിലി അടിയും മേടിക്കും വല്ലവരുടെ. അതിനോട്ട് പ്രോബ്ലം. എനിക്കൊരു വിഷയമില്ല. ഇല്ല, എനിക്കതിന്റെ ഒരു അഹംഭാവമുണ്ട്. ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ടോ, ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ കൊച്ചു പിള്ളേരെന്നെ തല്ലിയിട്ടുണ്ടെന്ന്. സത്യം പറയാം, എന്റെ അമ്മച്ചാണല്ലേ ഇഷ്ടം പോലെ. പക്ഷെ എനിക്കത് വിഷയമില്ല. മൈ നെയിം ഈസ് ബൈജു. എന്റെ പേര് ബൈജു എന്നാണല്ലോ. എന്റെ രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു, അടിയിലെട്ടിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു, അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. ഇഷ്ടം പോലെ മേടിക്കുന്ന ആളാ. അതെ, ഇവിടെയൊക്കെ പോയി കിടക്കുക, ഒരു വിഷയമില്ലല്ലോ. അടിയെന്ന് പറഞ്ഞത് ഇപ്പം മേടിച്ച് കാണിക്കണം, ഇപ്പം മേടിക്കണോ, ഞാൻ മേടിച്ച് കാണിക്കണം, ഇപ്പൊ കാണിക്കണം. ഇവിടെ പട്ടി തന്റെ അപ്പൻ ഓട്ടിവിടെ പോകാൻ അപ്പൻ വിളിക്കണ. ഇങ്ങനെ മേടിക്കാം. ഭയങ്കര സെറ്റപ്പാ, വലിയ മാലിന്യ പുള്ളി, വലിയ ഡീസന്റാ. നമ്മുടെ സുകുമാരന്റെ പോലെന്നെ. ഇപ്പൊ ഒരു പണി കാണിച്ചു തരാം. ഹലോ, എന്താ നീ സുകുമാരന്റെ പോലല്ലേ? അതെ, ഞാൻ സുകുമാരന്റെ പോനാ. എന്നിട്ട് നാട്ടുകാർ പറയണം നീ വർഗീസിന്റെ പോലാണെന്നാണ്. അല്ല, നാട്ടുകാരെന്ത് പറഞ്ഞാലും എനിക്കറിയാം നീ ഗഫൂറിന്റെ പോലാണ്. ആൾക്കാർ അന്ന് പോടാവേ, നീ നിന്നെ തല്ലുന്നല്ലേ? എന്ത് നീ തല്ലല്ലേ? എന്തിന് നീ തല്ലത്ത്? ഞാൻ ഇവരില്ലാത്തവരും തല്ലാറില്ല. നീ തല്ലത്തില്ല? ഞാൻ തല്ലില്ല, തല്ല ഒരു കാര്യമില്ലാതെ ഞാൻ ആൾക്കാരെ തല്ലണത്. ഭയങ്കര സെറ്റപ്പാ പുള്ളി. അപ്പൊ നീ ഒരു കാര്യമില്ലാതെ ആരും തല്ലത്തില്ല? കാരണമില്ലാതെ ഞാൻ ആരും തല്ലില്ല. അപ്പൊ കാരണം ഉണ്ടല്ലേ നീ തല്ലത്തുള്ളൂ? കാരണോടെ തല്ലും. എന്നാ അതേ പിടിച്ചോ. അല്ല, ഒരടി വരുന്ന വഴിയേ. ഇങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഒരു ദിവസം ഒരു 10-50 മേടിക്കാം. ശ്രമിക്കണം. നിർത്തിയില്ലല്ലേ? അവളുടെ നിർത്തിയില്ലല്ലേ? നിർത്തിയില്ല. ഞാൻ കണ്ടായിരുന്നു. പക്ഷെ വണ്ടി നിർത്തുവായിരുന്നെങ്കിൽ ചേട്ടന് കയറായിരുന്നു അല്ലേ? പക്ഷെ നിർത്തിയില്ലല്ലോ, നിർത്താതെ പോയില്ലേ? നിർത്തിയില്ല, അതാണ്. പക്ഷെ നിർത്തുവായിരുന്നെങ്കിൽ ചേട്ടന് കയറായിരുന്നു അല്ലേ? പക്ഷെ നിർത്തണം, എന്നല്ലേ കയറാൻ പറ്റും. അതെ, നിർത്തിയില്ല, അതാണ്. നിർത്തിയില്ല. പക്ഷെ എന്തപ്പോ വണ്ടി നിർത്താതെ പോയാ? എന്തോ വണ്ടി നിർത്തേണ്ട ആളല്ലേ? വണ്ടി നിർത്തിയാലേ ചോദിക്കാൻ പറ്റുള്ളൂ എന്താ നിർത്താതെ പോയെന്നുള്ളത്. നിർത്തിയില്ലല്ലേ? നിർത്തിയില്ല, അതാണ്. അതാണ്. ഇവരെന്നെ വായുവിളിയെ മേടിക്കാൻ പോണോ? ചോദിക്കാൻ പാടില്ലല്ലോ. അല്ലെ, നമുക്കൊരു കാര്യം ഒരാളോട് ചോദിക്കാതെ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. നിർത്തിയാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. വായുവിളിക്കാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിക്കാൻ പോണോ? നിർത്തിയാലേ ചോദിക്കാൻ പറ്റുള്ളൂ. നിർത്തിയില്ലല്ലേ? നിർത്തിയില്ല, അതാണ്. നിർത്തിയില്ല. പക്ഷെ നിർത്തുവായിരുന്നെങ്കിൽ ചേട്ടന് ചോദിക്കായിരുന്നു. പക്ഷെ നിർത്തണം, എന്നാലേ ചോദിക്കാൻ പറ്റും. പക്ഷെ വണ്ടി നിർത്തേണ്ട ആളില്ല. വണ്ടി എന്നാലും നിർത്തിയോ? വണ്ടി നിർത്തിയില്ല. നിർത്തിയില്ല. നെഞ്ചത്തൂടി കയറി പോയ. നമ്മൾ രണ്ടുപേരും നോക്കി നമ്മുടെ രക്ഷപ്പെട്ടല്ലേ? അല്ല, നമ്മുടെ നെഞ്ചത്ത് കയറി എന്റെ ചെയ്യോ? നമ്മൾ രണ്ടുപേരും ഇപ്പൊ ചത്തുപോയല്ലേ? ചത്തുപോയത്. നോക്കി നിൽക്കണേ. നിന്നോളാം. നോക്കി നിന്നു. സമയത്രേ? നമ്മന്റെ സമയം സമയൻ. ഇത് സമയൻ ആണോ? അല്ല, സമയൻ അല്ല. സമയം എത്ര? സമയം അല്ല മിസ്റ്റർ, സമയനല്ലേ? അതെ, സമയം. സമയം പറയാം. സമയം പറ. ഐ നോട്ട് എ പ്രോബ്ലം. ഓക്കെ. അയ്യോ, വാച്ചില്ലല്ലോടാ പോലെ. ഇത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് സമയം കേട്ടാ. ആണോ? അതെ. നിന്റെ സമയം ആയിട്ടില്ല. നിന്റെ സമയം പള്ളി മണിയടിക്കും. നീ മൂക്കി പഞ്ഞൊക്കെ വെച്ചിരുന്നു കേട്ടോ.
നമ്മുടെ പയ്യന. അവൻ എന്നെ കളിയാക്കുവാ. റാസ്കളെ ഈ നെഞ്ചത്ത് കയറണ്ടോ ഇടിച്ചിന്റെ കൂമ്പിയാൻ പറ്റിക്കളെ. മനസ്സിലായി? ഇവരുടെ അഭ്യാസം ഇറക്കില്ലട്ടെ. ഇരിക്കണ ചെറുപ്പക്കാരെ കണ്ട കയറി വന്ന് ഇടിച്ച് തന്റെ കൂമ്പ് പറ്റിക്കളെ. അത് ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ ചെറുപ്പക്കാർ വിചാരിച്ചാൽ ഇനി നടക്കുകയില്ല. ഇനി നടക്കൂലേ? എന്താ നടക്കൂല? എന്താ അത് നേരത്തെ ആമ്പിള്ളേർ ഇടിച്ച് വാട്ടിയില്ലേ? അങ്ങനെ ഇത് എവിടെയൊക്കെ നടക്കാണ്ട് പൊക്കോ. ഒരുപാട് പാമ്പൊക്കെ ഉള്ള സ്ഥലം, ഒരുപാട് ചപ്പ് ചവറൊക്കെ കിടക്കുന്നുണ്ടോ? പാമ്പ് കടിക്കും. അതന്നെ. ആ ഇവിടെ ഫുൾ പാമ്പാട്ടിരിക്കുന്ന എന്നെ ഇനി വേറെ ഏത് പാമ്പാ കടിക്കുന്നത്? കടിക്കൂല. ഞാൻ സംസാരിക്കണ്ട. നീ ഇവിടെ ഞാൻ കഴിഞ്ഞ എന്റെ ഒന്നും പറയട്ടെ. അപ്പൊ ഈ നല്ല പയ്യനാണോ? നമ്മുടെ ഇവിടെ ഒക്കെ മരിച്ചു പോകുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഈ എന്റെ ഒക്കെ മരിച്ചു പോകുന്നു അടിയാണ്. അപ്പൊ അതിന് നല്ല എനിക്ക് നാണാവില്ല ഇങ്ങനെ തല്ലുകൊണ്ട് കിടക്കാൻ. നാളെ ഇവിടെ പോണം. നല്ല സുന്ദരനായിട്ടുള്ള തുണി എടുത്തിട്ടുണ്ട്. മുണ്ട് കൊടുത്തോണ്ട് വലിയ കാര്യം എന്താണെന്നറിയാൻ പാടില്ലേ? ഹിന്ദുരീക കണ്ടൂറന്നു ഇന്നൂരാവൂ ഭദ്രമായി. ഹിന്ദുരീക കണ്ടൂറന്നു ഇന്നൂരാവൂ ഭദ്രമായി. അല്ല മിസ്റ്റർ, എന്താ സത്യത്തിൽ എന്താ സംഭവിച്ചെന്താ? എന്താ വിഷയം എന്താ? ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ജീവിക്കുന്ന ചേട്ടാ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരും, അങ്ങനെ ജീവിച്ചു പോകുന്നു. താൻ എല്ലാ പാട്ടും പാടും? എല്ലാ പാട്ടും പാടും. അപ്പൊ ഒരു കാര്യം, നമ്മുടെ മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും കൂടി അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ, ആ പടത്തിലെ പാട്ട് പാടും. യോധ. യോധയല്ലേ? ഏത് പാട്ടാണ്? യോധല്ലേ? യോധല്ലേ? പടകളിൽ ചട്ടിച്ചക്രി കോക്രി മക്രി അടിന് ഏത് പാട്ട്? പാട്ടറിയാൻ പാടില്ല. എങ്ങനെ? പടകാളിൽ ചട്ടിച്ചക്രി കോക്രി മക്രി അടിന് ഭഗവതി. എടോ, പടകാളി ചണ്ടിച്ചങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി. അതാണ്. പടകാളി ചങ്കിച്ചങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി കരിമോടിൽ തിരി കരിയണമേ. പടകാളി ചങ്കിച്ചങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി അടിയൻ കരിമോടിൽ തിരി കരിയണമേ. എന്തിനാണ് എന്നെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? നീ ആ പാട്ട് പാടണ്ട. പാടത്തില്ല. നീ വേറൊരു ഹിന്ദി പാട്ട് പഠിക്കും. ഹിന്ദി പാട്ടോ? ഒരു ഹിന്ദി പാട്ട് പഠിക്കും. ഏതാന്ന് പറയാട്ടോ? ഹിന്ദി പാട്ടോ? तू जूस बड़ी का मस्त खोई, तू जूस बड़ी का मस्त बन, तू जूस बड़ी का मस्त खोई, तू जूस बड़ी का मस्त बन. എടോ, തൂ ചീസ് ബടി മസ്ത്. അതാണ്. അത് പാട്ട് നല്ല പാട്ടാ. ആ പാട്ട് പാടിയാ മതി. ചൂതുമടി മസ്ത് മസ്ത് തൂ ചൂതുമടി മസ്ത് മസ്ത്. എന്തിനാണ് എന്നെ വെറുതെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? ഞാനൊരു പാവപ്പെട്ടവനല്ലേ. ഇല്ല, ചേട്ടനെ കരയിപ്പിക്കത്തില്ല. നീ ആ പാട്ടൊന്നും പാടണ്ട. പാടുന്നില്ല. നീ ഒരു സാപ്രിയ സംഗീതം പഠിക്കും. സംഗീതം എന്താ പറഞ്ഞത്? സാപ്രിയ സംഗീതം. സാപ്രിയ സംഗീതമല്ല, ശാസ്ത്രീയ സംഗീതം. ഇങ്ങനെയും പറയും. അത് പടി. ഏത് പടത്തിലാന്ന് പറയാട്ടോ? നമ്മുടെ മോഹൻലാലിന്റെ ബാറാം തമ്പുരാന്നും പറഞ്ഞു. ബാറാം തമ്പുരാൻ, ആറാം തമ്പുരാൻ. ആ പടത്തിൽ പാട്ടു. അതിലേത് പാട്ടാ? ഏത് പാട്ടാണ്? ഹരിമുരളീരവം ഹരിമുരളീരവം ഹരിതവൃത്താവരം പ്രണയദൂതമയ മോഹനകാരമോ പതുമൊഴിരാതെ നിന്നെ തേടി. ഒരു പാട്ട് പാടാൻ പറയുമ്പോ എന്നിട്ട് കരയിപ്പിക്കുകയാണോ നീ?
എന്താ നോക്കണോ നീ? എടോ പാവം കിട്ടല്ലോ അയാളെ തല്ലാൻ. താൻ എന്തിനാണ് അയാളെ തല്ലി? എന്തിനാ അതെന്തല്ലേ പിന്നെ ഒരു പാട്ട് പാടാൻ അയാൾ മര്യാദക്ക് പാട്ട് പാടിയാണല്ലോ ഇവിടെ. താൻ പാടുവല്ലേ? ഇതിനെക്കാളും ഞാൻ പാടും. താൻ പാടുവോ? താൻ ഒരു പാട്ട് പാടിക്കാം. പാടിക്കവിടെ. എത്ര പൂക്കാലമിനി, എത്ര നവരാത്രി, എത്ര മധുമാസം അമ്മച്ചിയായി. എടാ ഇത് യേശുദാസ് പാടിയതല്ല. എത്ര പൂക്കാലം ഇനി, എത്ര നവരാത്രി ഇനി എന്ന് പറഞ്ഞ് യേശുദാസ് പാടിയ പാട്ടല്ലോ. അല്ല മിസ്റ്റർ, ആ യേശുദാസിന് മാത്രം പാടിയ മതി ഇവിടെ. എങ്ങനെ? ദ നോട്ട് ദ പോയിന്റ്. ആ യേശുദാസിന് മാത്രം പാടിയ മതിയോ കേരളത്തിൽ? ഇപ്പൊ താൻ പാടി ഞാൻ കേട്ടു ഇവിടെ. അങ്ങനെ സംസാരിച്ചു. താൻ അങ്ങനെ സംസാരിപ്പോടാർന്നു. നീ എന്നോട് സംസാരിക്കാൻ നിൽക്കുന്നുണ്ടോ? എന്തോ എനിക്ക് തലവേദന എടുക്കുന്നത്. അല്ലാതെ ഞാനിപ്പോ കാണിച്ചു കഴിഞ്ഞാൽ തലവേദന ഞാൻ പോവാ. താൻ എവിടെ ഇവിടെ വന്ന്? താൻ എങ്ങോട്ട് പോണേ? തലവേദന എടുക്കുമെന്ന് എങ്ങോട്ടേ പോണത്? ഞാൻ പോട്ട് വരാന്ന്. എവിടെയാണെന്ന്? ആ ഹോസ്പിറ്റലിൽ പോണു. എടോ വിവരമില്ലാത്തവൻ ആ ഡോക്ടറെ അടുത്ത് പോയണ്ട. അയാൾ കാലേവാരി നിലത്തിട്ടടിക്കും. കള്ളും കുടിച്ചു. ആ ഡോക്ടറാ? ആ എന്നാ ഡോക്ടറെ കണ്ടിട്ട് തന്നെ കാര്യം. താൻ ഇങ്ങോട്ട് വന്നേ. ഈ കള്ളു കുടിച്ചോണ്ട് അങ്ങോട്ട് അയാൾ പിടിച്ചിടിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. താൻ തലവേദന ഹോസ്പിറ്റലിൽ പോകണ്ട. ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം. എനിക്ക് തലവേദന ഒന്നും ഞാൻ എന്തായാലും അറിയാമോ? ഞാൻ എന്റെ വീട്ടിൽ ചെന്നിട്ട് രാമച്ചത്തിന്റെ കുളിരും കസ്തൂരി മഞ്ഞളുടെ കാന്തിയുള്ള ആ സോപ്പിട്ട് രാധാസിട്ട് കുളിച്ചിട്ട് ബെഡിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും. അപ്പൊ എന്റെ ഭാര്യ വരും. അവള് വന്നിട്ട് ഒരു ഇച്ചിരി വിക്സോ അമൃതാഞ്ജനോ ഒക്കെ എടുത്ത് എന്റെ നെറ്റിയിൽ ഇതിങ്ങനെ തടവിത്തരും. അപ്പൊ എന്റെ തലവേദന പമ്പ കിടക്കും. ഇത് ചെയ്താൽ മതി. എരുമേലി കിടക്കുവോ? പമ്പ കിടക്കുമെന്ന്. പമ്പേ കിടക്കുന്നു. ഞാൻ വിചാരിച്ച എരുമേലിയും കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ ഇതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. ഒരു കാര്യമില്ല. വീട്ടിൽ പോയി കുളിച്ച് കൂട്ടപ്പെട്ട മറ്റേ രാമച്ചത്തിന്റെ കുളിരും കസ്തൂരി മഞ്ഞളിലെ കാന്തി ഉള്ള ഭ്രാന്താസ് അല്ല രാധാസ്. ആ നോപ്പിട്ട് കുളിച്ച് കൂട്ടപ്പെട്ടായിട്ട് ബ്രെഡേ കിടക്കാം. ബ്രെഡ് അല്ലടോ ബെഡേ കിടക്കുക. അവിടെ കിടക്കാം. അപ്പൊ ഇന്ന് വിടുവോ? പക്ഷെ നേരത്തെ പറഞ്ഞില്ല. എന്ത്? നേരത്തെ പറഞ്ഞ ആളില്ലേ? ആരോ തന്നെ പെണ്ണുമ്പോഴൊന്ന് വിടുവോന്ന്. എന്തിന്? ഒന്ന് തടാവാൻ. ഓരോ അടി വരുന്ന വഴിയിൽ